ഉടനെ പ്രഗ്നൻസി ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്ത്രീ പരിപൂർണ്ണ ആരോഗ്യവതി ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ബോഡി വെയ്റ്റ് ആണ്. ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ബേസിക് ഹെൽത്ത് ചെക്കപ്പ് നടത്തി പ്രഷർ, ഷുഗർ, തൈറോയിഡ്, രക്തക്കുറവ് മുതലായ അവസ്ഥകൾ നമുക്ക് ഇല്ലെന്നും അഥവാ ഇത്തരം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് സേഫ് ആണെന്നും ഉറപ്പുവരുത്തുക. കോവിഡ്, ഇൻഫ്ലുവൻസ മുതലായ വാക്സിൻസ് പ്രഗ്നൻസിയിൽ സേഫ് ആണെങ്കിൽ പോലും ചിക്കൻ ബോക്സ്, റുബെല്ല, HPV വാക്സിനുകൾ എടുത്ത ആളാണെങ്കിൽ 3 to 6 months ശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ജനിതകമായ അസുഖങ്ങൾ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ടെസ്റ്റുകൾ നടത്തി അത്തരത്തിലൊന്നുമില്ല എന്നുള്ളത് കൺഫേം ചെയ്യുക. പ്രഗ്നൻ്റ് ആവുന്നതിന് 3 മാസം മുൻപ് തൊട്ട് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കുഞ്ഞിനുണ്ടാകാവുന്ന ന്യൂറൽ ട്യൂബൽ ഡിഫക്ട്സ് ഒരു പരിധി വരെ ഒഴിവാക്കാം. പിന്നെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തൊട്ട് ഓൾവേസ് ബ്രേക്ക് യുവർ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ആൽക്കഹോളിസം, സ്മോക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഹെൽത്തും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രണ്ടാളും പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രഗ്നൻസിക്ക് വിൽ ഹാവ് എ ഹാപ്പി ഔട്ട്കം ഓൾസോ.